കർഷക പ്രതിഷേധം ഒത്തുതീർക്കാൻ കേന്ദ്ര സർക്കാർ വിളിച്ച ചർച്ച പരാജയം. ജനുവരി 14-ന് വീണ്ടും ചർച്ച നടത്തും. നിലപാടുകൾ ആവർത്തിക്കുകയായിരുന്നു കർഷകരും സർക്കാരും. ഭേദഗതിയിൽ ചർച്ചയ്ക്ക് താൽപര്യമില്ലെന്ന് കർഷകർ നിയമം പൂർണ്ണമായും പിൻവലിക്കണം. എന്നാൽ നിയമങ്ങൾ പിൻവലിക്കില്ലെന്നും താങ്ങുവിലയുടെ കാര്യത്തിൽ രേഖാമൂലം ഉറപ്പു നൽകാം എന്നുമാണ് സർക്കാർ വാദം. കൂടുതൽ വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ഇരു കൂട്ടരും ഒരടി പോലും പിന്നോട്ടില്ല എന്ന രീതിയിലാണോ ഇന്നും ചർച്ച നടന്നത്? കർഷക പ്രതിനിധികളും സർക്കാരും കേന്ദ്ര സർക്കാരും നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതിനു മുൻപും നിരവധി തവണ ചർച്ച നടത്തിയെങ്കിലും രണ്ടുപേരും, ഇരു കൂട്ടരും, കേന്ദ്ര സർക്കാരും കർഷക പ്രതിനിധികളും അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ജനുവരി 14-ന് വീണ്ടും ചർച്ച നടത്തും എന്നാണ് അറിയുന്നത്. നിലപാടുകൾ ഇരു കൂട്ടരും ആവർത്തിക്കുകയായിരുന്നു. KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഏതാണ്ട് 5 മണിക്കൂറോളം നീണ്ട ചർച്ചയാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. ഇപ്പോഴും ചർച്ചയിൽ തീരുമാനമാകാൻ സാധിച്ചില്ല. പ്രത്യേകിച്ച് കർഷകരും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. പ്രധാനപ്പെട്ട 2 വിഷയങ്ങളിൽ ഇരു കൂട്ടരും ഇത്തവണയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. അത് ഒന്നാമതായി കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയത് ഈ 3 നിയമങ്ങളും പിൻവലിക്കാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു. കർഷകരാകട്ടെ നിയമങ്ങൾ പിൻവലിക്കുക, അല്ലാതെ ഈ മൂന്ന് നിയമവുമായി ബന്ധപ്പെട്ട ഭേദഗതികളിന്മേൽ ചർച്ചയ്ക്കില്ല എന്ന് വളരെ കൃത്യമായി കർഷകർ നിലപാടെടുത്തു. അങ്ങനെ ആ ടോപ്പിക് ഏതാണ്ട് അവസാനിപ്പിക്കേണ്ടി വന്നു. പിന്നീടായിരുന്നു താങ്ങുവിലയുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചയ്ക്ക് വന്നത്. അതിന്മേലും നിലപാടിൽ കർഷകരും കേന്ദ്ര സർക്കാരും ഉറച്ചു നിന്നു. അതായത് താങ്ങുവില എന്നത്. ശരി അഭിലാഷ്, ഇപ്പോൾ കൃഷിമന്ത്രി നരേന്ദ്ര സിംഗ് തോമർ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. देर क्यों लग रही है? प्रशांत जी, रोल। आज विज्ञान भवन में किसान आंदोलन में सम्मिलित किसान यूनियन के नेताओं की बैठक संपन्न हुई। इस बैठक में रेल मंत्री माननीय पीयूष गोयल जी, हमारे राज्य मंत्री माननीय सोम प्रकाश जी और विभागों के सचिवगण किसान यूनियन के नेताओं के साथ वार्तालाप के लिए इस बैठक में सम्मिलित हुए। आज की बैठक पूर्व की तरह बहुत अच्छे वातावरण में, सौहार्दपूर्ण वातावरण में संपन्न हुई। और आज की बैठक में किसान यूनियन के नेताओं ने जो 4 विषय चर्चा के लिए रखे थे, उनमें 2 विषयों पर आपसी रजामंदी सरकार और यूनियन के बीच में हो गई है। पहला, जो एनवायरनमेंट से संबंधित ऑर्डिनेंस है, उसमें फराली और किसान सम्मिलित हैं। उनकी शंका थी कि किसान को इसमें नहीं होना चाहिए। सरकार ने कहा है कि हम आपकी चिंता से वाकिफ़ हैं और इस मामले में दोनों पक्षों में रजामंदी हो गई है। दूसरा, इलेक्ट्रिसिटी एक्ट जो अभी आया नहीं है, लेकिन उन सबको लगता है कि अगर इलेक्ट्रिसिटी में ये रिफॉर्म आएगा तो इससे किसानों को नुकसान होगा। किसानों की सिंचाई के लिए जो विद्युत की सब्सिडी दी जाती है, वो राज्य जिस प्रकार से पहले से देते रहे हैं वैसी ही चलनी चाहिए, ऐसी यूनियंस की मांग थी। उस मांग पर भी यूनियन और सरकार के बीच में रजामंदी हो गई है। एजेंडे में 4 पॉइंट थे
4 में से 2 यानी 50% रजाबंदी आज की बैठक में हो गई है और ये बहुत ही सुखद वातावरण में संपन्न हुई और इससे दोनों पक्ष में एक अच्छे प्रकार के माहौल का निर्माण हुआ। 3 कानून, जिनमें 2 नए कानून हैं, 1 संशोधन है, इनको रिपील करने की बात यूनियंस करती रही हैं और हम लोगों ने अपने तर्कों से उनको यह बताने की कोशिश की कि किसान की कठिनाई कहाँ है और जहाँ कठिनाई है वहाँ खुले मन से सरकार विचार करने को तैयार है। इसी प्रकार से एमएसपी के विषय में भी सरकार पहले ही यह कहती रही है कि एमएसपी जारी है, जारी रहेगी। पिछले बार जब हमने प्रस्ताव दिए थे उस समय भी हमने ये कहा था कि एमएसपी जारी रहेगी, ये लिखित में सरकार देने को तैयार है। കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്ര സിംഗ് തോമർ കർഷകരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കെ പി അഭിലാഷിലേക്ക് ഒരിക്കൽ കൂടി. അഭിലാഷ, മന്ത്രി എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഒപ്പം ഇന്നത്തെ ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിൽ കർഷകർ സമരം തുടരാൻ തന്നെയല്ലേ സാധ്യത? തീർച്ചയായും സർക്കാർ ഇപ്പോഴും തുറന്ന മനസ്സോടുകൂടി തന്നെയാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്നായിരുന്നു കേന്ദ്രമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ 2 വിഷയങ്ങളിൽ തന്നെയാണ് ഇപ്പോഴും അഭിപ്രായ ഭിന്നത രൂക്ഷമായി നിലനിൽക്കുന്നത്. അതായത് നിയമം പൂർണ്ണമായും പിൻവലിക്കണമെന്ന നിലപാടിൽ നിൽക്കുന്നു. എന്നാൽ നിയമം പിൻവലിക്കുക എന്നത് സാധ്യമല്ല, മറിച്ച് നിയമത്തിൽ ഭേദഗതികളാകണമെങ്കിൽ അങ്ങനെ ഒരു ഭേദഗതി നമുക്ക് ചർച്ച ചെയ്യാമെന്നുള്ളതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. മാത്രമല്ല, ഇക്കാര്യം വിശദമായി പരിശോധിക്കുന്നതിന് 5 പേർ അടങ്ങുന്ന ഒരു സമിതിയെ രൂപീകരിക്കണമെന്ന ആവശ്യവും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചു. അതോടൊപ്പം തന്നെ താങ്ങുവില കർഷകർക്ക് ഉറപ്പാക്കുമെന്നതിൽ രേഖാമൂലമുള്ള ഉറപ്പ് നൽകാമെന്ന നിലപാട് സർക്കാർ ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. ഇക്കാര്യങ്ങളാണ് കൃഷിമന്ത്രി നരേന്ദ്ര സിംഗ് തോമറും വ്യക്തമാക്കിയത്. പക്ഷേ ജനുവരി 4 നടക്കുന്ന ചർച്ചയിൽ ഒരു പക്ഷേ കൂടുതൽ തീരുമാനങ്ങളിലേക്ക് പോവുകയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്യുമെന്ന പ്രതീക്ഷ കൂടിയാണ് കേന്ദ്ര സർക്കാർ വെച്ചു പുലർത്തുന്നത്. കെ പി അഭിലാഷ്, ഡൽഹിയിൽ നിന്ന്.